സംഭൽ മസ്ജിദിനൊക്കെ ശേഷം ഇപ്പോൾ ഡൽഹി ജമാ മസ്ജിദിലും സർവേ വേണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് ഹിന്ദുസേന വന്നിരിക്കുകയാണ്. ഇത് പക്ഷേ കോടതി വഴിയല്ല പോകുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നേരിട്ട് ഹിന്ദുസേന തലവൻ ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഇങ്ങനൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട്. ഇവിടെയും ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ തകർത്ത് അല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾ തകർത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഇങ്ങനെ ജമാ മസ്ജിദ് പണിതിരിക്കുന്നത്, പള്ളി പണിതിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി വേണമെന്നാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി ഹിന്ദുസേന മുന്നോട്ട് പോയിരിക്കുന്നത്. അജിം സർ, ഈ പറഞ്ഞതുപോലെ കോടതിയിലേക്കല്ല പോകുന്നത്, ഡയറക്റ്റായിട്ട് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി ഹിന്ദുസേന പോയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ജമാ മസ്ജിദ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായൊരു കാര്യമാണ്. മുഗൾ പാരമ്പര്യത്തിൻ്റെ പ്രതീകമെന്ന് പറയുന്ന ഒരു പള്ളിയാണ് ഡൽഹിയിലെ ജമാ മസ്ജിദ്. ഇങ്ങനെയൊരു നീക്കത്തിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രശ്നമുണ്ടാക്കുക തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതിനു മുമ്പ് ഇവരാരാണെന്ന് അറിയണമല്ലോ. ഹിന്ദുസേനയെ പറ്റി സംഘപരിവാർ RSകാർ പറയാതെ ഞങ്ങളിൽപ്പെട്ടവരല്ല, അവർ ഞങ്ങളിൽപ്പെട്ടവരല്ല, അവരെന്തൊക്കെയോ ചെയ്യുന്നു, ഞങ്ങളല്ല അതിൻ്റെ പിന്നിൽ. ഞങ്ങൾക്ക് മറ്റേ അയോധ്യ, കാശി, മധുര ഇത് മൂന്നും മതി, ബാക്കി 3000 പള്ളികളുടെ ലിസ്റ്റ് VHP തയ്യാറാക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതാണ് RSSൻ്റെ ഒരു വാദം. ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് ആണ്, ഫ്രിഞ്ച് എലമെന്റ്സ് ആണ് എന്ന് പറയാം. ഈ ഫ്രിഞ്ച് ഗാന്ധിയുടെ വെടിവെച്ച് ഹിന്ദു മഹാസഭയാണ്. അല്ല, നമുക്ക് ഇതിൽ ആദ്യം എന്താണ് ഈ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫ്രഞ്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് എന്ന വാക്ക് ഉദയം കൊണ്ടത് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് ഫ്രഞ്ച് ഗ്രൂപ്പ്, ഇത് ഏതാണ് മെയിൻ സ്ട്രീം എന്ന ആൾക്ക് മനസ്സിലാവില്ലായിരുന്നു. കാരണം എല്ലാവരും പറയുന്ന ഒരേ രാഷ്ട്രീയമാണ്. ഈ ഫ്രഞ്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഗോവിന്ദ് പൻസാരെ, ദാബോൽക്കർ, ഗൗരി ലങ്കേഷ് ഇവരെയൊക്കെ വെടിവെച്ച് വന്നൊരു പ്രസ്ഥാനമുണ്ട്, സനാതൻ സംസ്ഥ. അപ്പോൾ അത് മോദി സർക്കാർ തുടങ്ങിയതിന് ശേഷം ഒന്നാം മോദി സർക്കാരിൻ്റെ ആ കാലത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരും രാജ്യത്തെ മുഴുവൻ മനുഷ്യാവകാശ പ്രവർത്തകരും, എഴുത്തുകാരും, അക്കാഡമിഷ്യൻസും, സാംസ്കാരിക പ്രവർത്തകരും അതിനെതിരെ ശബ്ദിച്ചപ്പോൾ അത് ഞങ്ങളല്ല, അത് RSS അല്ല, അത് സംഘപരിവാറല്ല, അവർ വേറെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആളുകൾ ഗൗരവമായിട്ട് വാട്ട് ഈസ് ദ ഹിന്ദുത്വ ഫ്രിഞ്ച് ഗ്രൂപ്പ്, ഹിന്ദുത്വ റൈറ്റ് വിങ് എന്താണ് എന്നതിനെക്കുറിച്ച് ആളുകൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നപ്പോഴാണ്. ആ സമയത്ത് തന്നെ ഏതാണ്ട് ഈ 2014 മുതൽ 2019 വരെയുള്ള കാലത്ത് രാജ്യത്ത് ഇതുപോലത്തെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ടായി. ഇവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇവർ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ തുടങ്ങി. ഈ സനാതന സംസ്ഥയാകട്ടെ, ഹിന്ദു സേനയാകട്ടെ, മുമ്പേ ആളുകൾ മറന്നുപോയ ഹിന്ദു മഹാസഭയാവട്ടെ, അങ്ങനെ പല പേരുകളിൽ ധാരാളം സംഘടനകൾ വന്നു. അവർ പലതരത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ചിലർ കൊലപാതകങ്ങൾ നടത്തുന്നു, ചിലർ ഗോഡ്സെ പൂജിക്കുന്നു, ചിലർ ഗാന്ധിക്ക് നിറയൊഴിക്കുന്നു. ഇതൊക്കെ കാണുന്നു. അപ്പോഴൊക്കെ സംഘപരിവാറും RSSും BJP പറയുന്ന അവരൊന്നും ഞങ്ങളിൽപ്പെട്ടവരല്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ അവരിൽപ്പെട്ടവർ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു. അപ്പോൾ നമ്മളൊരിക്കലും പറയാറില്ല RSS ആണ് അവരെ കൊന്നത് എന്നാരും പറയാറില്ല. ഗോഡ്സെ ഗാന്ധിയെ കൊന്നു എന്നാണ് പറയാറ്. അതേസമയം ഇന്ദിരാഗാന്ധിയെ കൊന്നവരാരാണ്? സിഖുകാരാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്ന ആളുകൾക്ക് പേരില്ലാതാവുകയും ഗാന്ധിയെ കൊന്ന ആളുകൾക്ക് പേര് മാത്രമാവുകയും അയാൾക്ക് സംഘടനയോ പ്രത്യയശാസ്ത്രമോ ഇല്ലാതാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇതൊരു തരം പ്രശ്നമാണ്. ഗോഡ്സെ യഥാർത്ഥത്തിൽ ആരാണ്? ഗോഡ്സെ RSSകാരനാണ്. അയാൾ RSSകാരൻ തന്നെയായിരുന്നു. അദ്ദേഹം ഒരിക്കലും RSS വിട്ടു പോയിട്ടില്ല എന്ന് പറയുന്നത് നമ്മളാരുമല്ല, ഗോഡ്സെയുടെ ബന്ധുക്കൾ തന്നെയാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളാണ് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും ലൈഫിൽ RSSന് തള്ളി പറയുകയോ RSSൽ നിന്ന് പുറത്താവുകയോ ഇനി RSS തന്നെ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. അതിന് തെളിവുകളില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അദ്ദേഹം RSS അല്ല എന്ന് പറയുന്നത്? അപ്പോൾ ഗാന്ധി വധത്തിൽ ഗോഡ്സെയാണ് അതിൽ പങ്കാളിയെങ്കിൽ അതിൽ സവർക്കർ പ്രതിയായിരുന്നു. ആ കേസിൽ സവർക്കർ പ്രതിയായിരിക്കെ അദ്ദേഹത്തെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് കണ്ടാണ് കോടതി വെറുതെ വിട്ടത്. ഇനി ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ 60കളിൽ ഒരു കമ്മീഷനെ വെച്ചു. അപ്പോഴേക്ക് ഈ ആളുകളൊക്കെ മരിച്ചു വരുന്നു, എല്ലാവരും മരിച്ചുപോയി. പിന്നെ ഗൂഢാലോചനയെ പറ്റി തെളിവില്ല. അപ്പോൾ ഗാന്ധിയെ കൊന്നത് ആരാണെന്ന ക്വസ്റ്റ്യനിൽ അത് ഞങ്ങളല്ല എന്ന് RSS പറയുന്നതുകൊണ്ടാണ് അത് ഗോഡ്സെയുടെ മാത്രം കുറ്റമാക്കി മാറ്റുന്നതുകൊണ്ടാണ്. ഇതേ പ്രശ്നമാണ് ഇപ്പോൾ ഹിന്ദുസേന എടുക്കുക. ഹിന്ദുസേനയുടെ എന്താ അദ്ദേഹത്തിൻ്റെ ഒരു എന്ത് ഗുപ്തയാണ്? ഹിന്ദുസേന തല വിഷ്ണു ഗുപ്തയോ? അദ്ദേഹം അയാളൊരു ബജ്രംഗ് ദൾ പ്രവർത്തകനാണ്. ബജ്രംഗ് ദൾ ഏതാണ്? ബജ്രംഗ് ദൾ RSSന്റെ അഫിലിയേറ്റ് ആണ്. ഇത് നോക്കിയാൽ ഈ ഫ്രഞ്ച് ഗ്രൂപ്പുകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആൾ RSസുമായിട്ട് ബന്ധമുള്ള ആളാണ്. എന്നിട്ട് RS പറയും ഇത് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും. ഇപ്പം എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, ഗ്യാൻവാപ്പി മസ്ജിദിലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് രാജ്യത്ത് പല ആരാധനാലയങ്ങളുടെ മേൽ ഇത്തരത്തിലുള്ള ഫ്രഞ്ച് ഗ്രൂപ്പുകൾ കോടതിയിൽ പോയി വിധി നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭലിലാകട്ടെ, ഇപ്പോൾ അജ്മീറിലാകട്ടെ, നാളെ ജമാ മസ്ജിദിലാകട്ടെ. ജമാ മസ്ജിദിന് വേണ്ടി അദ്ദേഹം കോടതി പോയിട്ടില്ല, ആദ്യം നിറഞ്ഞു നോക്കുകയാണ്. ASAയിൽ ഒരു കത്ത് കൊടുത്ത് നോക്കാം, അവർ ചിലപ്പോൾ അനുകൂലമായിട്ട് പ്രതികരിക്കും, അവർ ചാടി ഇറങ്ങി പുറപ്പെടും. അങ്ങനെയാണ് ഇന്ന് കോടതിയിൽ കൂടി പോയി കളയാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള ഗുണഭോക്താക്കൾ ആരാണ്? ഈ ഒരു സെനാരിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ശരിക്കും RSS ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വശത്ത് മോഹൻ ഭാഗവത് 2 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു എല്ലാ പള്ളിക്കടിയിലും ശിവലിംഗം തപ്പി നടക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ RSS ഒക്കെ നന്നായി പോയോ? അങ്ങനെയല്ല.
RSS പുറത്തേക്കൊന്ന് പറയുകയും അകത്ത് മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് എന്ന് അവർ കഴിഞ്ഞ 100 വർഷത്തെ പ്രവർത്തനത്തിൽ എല്ലായ്പ്പോഴും തെളിയിച്ചിട്ടുള്ളൊരു സംഘടനയാണ്. അവർ ഉള്ളിൽ ഡിസ്കസ് ചെയ്യുന്നതല്ല ഒരിക്കലും പുറത്തേക്ക് പറയുക, പുറത്തേക്ക് പറയുന്നതല്ല അവരകത്ത് പ്രവർത്തിക്കുക. ഒരേ സമയം എന്ത് ചെയ്യും, ഞങ്ങൾ വലിയ ദേശീയവാദികളാണെന്ന് പറയും, സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും മുന്നേറ്റമുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നിട്ട് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന അവർ ദേശീയവാദികൾ എന്നാണല്ലോ, ഹിന്ദു നാഷണലിസ്റ്റുകൾ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. മോദിയുടെ ഭരണനയത്തെ വിമർശിക്കുന്ന തോന്നലുണ്ടാക്കും. നോക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധിയുമായി തെറ്റി സുഭാഷ് ചന്ദ്രബോസ് വേറെ ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കാൻ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുമായിട്ട് എതിർത്ത് നിൽക്കുന്ന RSS എന്താണ് ചെയ്യേണ്ടത്? ഗാന്ധിയെ ഇഷ്ടമല്ലാത്ത RSS എന്താണ് ചെയ്യുന്നത്? സുഭാഷ് ചന്ദ്രബോസിനെ പിന്തുണയ്ക്കണം. ഇതേ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഒരു ആർമി ഉണ്ടാക്കുകയാണ്. അപ്പോൾ RSS ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആണല്ലോ. അവരിനിപ്പോൾ രാജ്യസ്നേഹികളാണെങ്കിൽ തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് ഈ ഗോൾവാർക്കർക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. അതായത് അദ്ദേഹം സമീപിക്കുകയാണ്. ഈ ബാലാസാഹബ് ദേവറസ് എന്ന് പറഞ്ഞ പിന്നെ 3ാമത്തെ സർസംഘചാലകായ ആളാണ് സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ഇയാളെ കാണുന്നത്, ഗോൾവാർക്കർ ഹെഡ് ഗേവാറിനെ കാണുന്നു, KB ഹെഡ് ഗേവാറിനെ. ഹെഡ് ഗേവാർ എനിക്ക് സുഖമില്ല, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. കാരണം നമുക്ക് വേറെ പണിയുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് നമ്മുടെ പണിയല്ല. അതായത് പുറത്തെന്താണ് പറയുക, പുറത്ത് വരുന്ന നാഷണലിസ്റ്റുകൾ എന്ന് പറയും, ഭാരതാംബ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യും, സദാവത്സലേ മാതൃഭൂമി എന്നൊക്കെ പാട്ടൊക്കെ പാടും. പക്ഷെ അകത്ത് ചെയ്യുന്നത് ഈ പണിയാണ്. ഇത് അവരുടെ എല്ലാ നിലപാടുകളിലും കാണാം. പുറത്തേക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, രാജ്യത്ത് ജനസംഖ്യ വലിയ പ്രശ്നമാണെന്നാണ് കുറച്ചാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആര് പറഞ്ഞുകൊണ്ടിരുന്നത്? RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനസംഖ്യ നിയന്ത്രിക്കണം. കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ പറയുന്നു? പോപ്പുലേഷൻ കൂട്ടണം. അപ്പോൾ ഇതൊരു ടാക്ടിക്സ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു നയം മാറ്റുന്നത്, അങ്ങനെയല്ല. പുറത്തൊന്ന് പറയുക, അകത്ത് വേറെ ചെയ്യുക, ഇതുള്ള അവരുടെ നിരന്തരമായ പണിയാണ്. അപ്പോൾ ഇനി ഇവരെ എങ്ങനെ ഓഡിറ്റ് ചെയ്യും? RSS ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലല്ല വയ്ക്കുക, ഒരു NGO ആണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനെ ഓഡിറ്റ് ചെയ്യപ്പെടണ്ടേ? എങ്ങനെ ഓഡിറ്റ് ചെയ്യുക? അവർക്കൊരു ഭരണഘടനയുണ്ടോ? ഇല്ല. ഭരണഘടന ഉണ്ട് യഥാർത്ഥത്തിൽ. അതായത് ഗാന്ധിവധത്തിന് ശേഷം RSSന് നിരോധനം നീക്കാൻ നേരം സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഭരണഘടന വേണം, തെരഞ്ഞെടുപ്പ് വേണം. തെരഞ്ഞെടുപ്പില്ല, അവിടെ അതിലില്ല. ഒരു സർസംഘചാലക് മരിക്കുകയോ റിട്ടയർ ചെയ്യുമ്പോൾ അടുത്ത ആളെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കിയവർ നിരോധനം നീക്കാൻ വേണ്ടി. പക്ഷെ ആ ഭരണഘടന ആരും കാണിക്കുന്നില്ല. ആ ഭരണഘടന അനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നു. ആ ഭരണഘടനയിൽ അവർ അബേഡല്ല, ഒന്നും ചെയ്യുന്നില്ല. ഇനി അതിൽ മെമ്പർഷിപ്പ് കാർഡുണ്ടോ? ആരാണ് ഒരു RSSകാരൻ എന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ പറയാം? വിജയദശമി ദിവസം കാക്കി ട്രൗസർ ഇട്ട് കവാത്ത് നടത്തുന്ന ആൾക്കാരെ നമ്മൾ RSS എന്ന് പറയാം. അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? അവർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നുണ്ടോ? RSSൽ അണിചേരുന്നവരെവിടെയെങ്കിലും ആഹ്വാനം ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യുന്നേ ഇല്ല. വളരെ രഹസ്യാത്മകമായ ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിനൊരു തരത്തിൽ നമുക്ക് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നമുക്ക് ഓഡിറ്റ് ചെയ്യാനേ കഴിയില്ല. ഇതാണൊരു പ്രശ്നം. അപ്പോൾ സംഘപരിവാറിൽ ഇപ്പോൾ ഏതൊക്കെ സംഘടന ഉണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയുന്നതാണ് സംഘപരിവാറിലുള്ള സംഘടന, നമുക്കറിയില്ല. അപ്പോൾ ഇവരൊക്കെ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് ആണെന്ന് ഇവർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് ഏതെങ്കിലും ഈ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് RSSനെയോ BJPയോ എതിർക്കുന്നുണ്ടോ? സംഘപരിവാർ നയങ്ങൾ വിമർശിക്കുന്നുണ്ടോ? ഇല്ല. അവർ ചെയ്യുന്നതല്ല, അവർക്ക് ഗുണകരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ് ഫ്രഞ്ച് ഗ്രൂപ്പ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതിൽ വേറൊരു പൊളിറ്റിക്കൽ റീസൺ കൂടിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. 3ാം മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മൈനോറിറ്റി ഗവൺമെൻറ്റാണ്. സഖ്യശക്തികളായ പാർട്ടികളുടെയൊക്കെ പിന്തുണ കൊണ്ടാണ് ആ സർക്കാർ നിൽക്കുന്നത് എന്ന് മാത്രമല്ല, പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ടൊന്നും ഇനി പറയാനോ ചെയ്യാനോ ഈ സർക്കാരിനില്ല. അയോധ്യയിൽ രാമക്ഷേത്രം വന്നു കഴിഞ്ഞു, കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു. അവരുടെ RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അജണ്ടയായിരുന്നു. അത് രണ്ടും ചെയ്തു കഴിഞ്ഞു. അത് രണ്ടും ചെയ്തിട്ട് ഈ 3ാം വട്ടം അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്താൽ കിട്ടും? ഇനി ഒന്നുകിൽ പാകിസ്ഥാനോ ചൈനയുമായിട്ട് യുദ്ധം ചെയ്യണം. അപ്പോൾ ഒരു യുദ്ധസമാനമായ ഒരു ജിങ്കോയിസം ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതൊരു തക്ക ഒരു തയ്യാറെടുപ്പ് മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ചൈനയുമായിട്ട് യുദ്ധം ചെയ്യാണ് ഗാൽവാനിൽ നമ്മൾ ചെയ്തേനെ, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ആകെ ചെയ്യാനുള്ള എന്താണ്? ഈ ഒരു പ്രശ്നം ഇളക്കി വിട്ടുകൊണ്ട് ഈ ശ്രദ്ധ തിരിക്കുക എന്നുള്ളൊരു തന്ത്രമുണ്ട്. അതായത് ഈ ഭരണത്തിനെതിരായിട്ടുള്ള ശ്രദ്ധ തിരിക്കുക, അതല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏതെങ്കിലും ജീവൽ പ്രശ്നങ്ങൾ ആളുകളുടെ ശ്രദ്ധയിലുണ്ടോ? ഒന്നില്ല. ഒന്നുകിൽ ഏതെങ്കിലും പള്ളി, അല്ലെങ്കിൽ ആളുടെ തല്ലിക്കൊല്ലൽ, അല്ലെങ്കിൽ കമ്മ്യൂണലിസം, അല്ലെങ്കിൽ യോഗിയുടെ ഏതെങ്കിലും വിദ്വേഷ പ്രസ്താവന, ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ വ്യാപരിക്കുമ്പോൾ ബാക്കി എന്തെങ്കിലും കാര്യം, ഇപ്പോൾ അദാനിക്കെതിരായ പ്രശ്നം രാജ്യത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നമാണോ? ഒരു പ്രശ്നമേ അല്ല. പാർലമെൻറ്റ് എത്രയോ ദിവസമായിട്ട് സ്തംഭിക്കുന്നു, അത് ഹെഡ്ലൈൻസ് ആവുന്നുണ്ടോ? അത് വാർത്തകളാവുന്നുണ്ടോ? ഒന്നുമില്ല. അതിന് പകരം ഒരു 5 പേരെ അങ്ങ് വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തേക്ക് മറ്റ് പല കാര്യങ്ങളും ആളുടെ ശ്രദ്ധ തിരികെയാണ്. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം കാര്യം. എനിക്ക് തോന്നുന്നില്ല ഈ എല്ലാ പള്ളികളും തുറന്നു നോക്കി അവിടെ വിഗ്രഹമുണ്ടോ എന്ന് നോക്കലാണ് യഥാർത്ഥത്തിൽ RSS ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു താൽക്കാലികമായി കുറേ കാര്യങ്ങൾ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ താൽക്കാലികമായൊരു ശ്രദ്ധ തിരിക്കലെന്ന് പറയുമ്പോഴും ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വരും ദിവസം എല്ലാ പള്ളിയും പൊളിച്ചവിടെല്ലാം പകരം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക എന്ന ഉദ്ദേശം ഉണ്ടാവില്ല. എല്ലാ പള്ളിയും പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് മുന്നോട്ടൊന്നുമില്ല. ഇത് നേരത്തെ പറഞ്ഞ സംഗതിയാണ്. ഇത് നമ്മുടേതാണ്, അവരത്
അധിനിവേശത്തിലൂടെ എടുത്തതാണ്, അത് നമുക്ക് പൊളിക്കാൻ നിങ്ങൾ കൂടണ്ടേ എന്ന് പറയുന്ന ഒരു ആവേശം ഉണ്ടാക്കുക. പൊളിച്ചാൽ കഴിഞ്ഞു. പൊളിച്ചു കഴിഞ്ഞ് പിന്നെ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ എന്താ ഫൈസാബാദിൽ സംഭവിച്ചതെന്ന് കണ്ടാണ്. അതുകൊണ്ട് നിരന്തരമായി തർക്കങ്ങൾ ഉണ്ടാക്കി ആളുകളെ ഈ ഡിവിഷനകത്ത് തളച്ചിടുക എന്ന് പറയുന്ന ഒരു പുതിയ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതി ആവർത്തിച്ച് പറയാണ്. അപ്പോൾ ഇത് നേരത്തെ അജിംസോറിൽ ഏതെങ്കിലും ഫ്രഞ്ച് ഗ്രൂപ്പ്, ഏതെങ്കിലും വ്യക്തികൾ, ഇപ്പോൾ ഗ്യാൻബാബിയുടെ കാര്യം എടുത്താൽ വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞൊരു അഭിഭാഷകനാണ് ഇത്തരം കേസിലെല്ലാം കോടതിയിൽ പോവുക. ഇത് പരിശോധിക്കേണ്ടതാണ്, ഇന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പുരാണങ്ങളിൽ ഇന്നത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് പരിശോധിക്കണം. ഈ മുഗൾ ഭരണകാലത്തെ രാജാക്കന്മാരെല്ലാവരും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തവരാണെന്ന് പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാണ് കോടതി പോവുക. അപ്പോൾ നോക്കുമ്പോൾ ആരാണ് പോയിട്ടുള്ളത്? RSS പോയിട്ടുണ്ടോ? ഇല്ല. വിഷ്ണു ശങ്കർ ജെയിൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്ന ഹരിശങ്കർ ജെയിൻ, ഇവരൊക്കെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ആ ഒറ്റ കേസിൽ മാത്രമാണ് നമ്മൾ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം എടുത്ത് പരിശോധിക്കുക. അതിലൊരാൾ കോടതിയിൽ കേസിന് പോകുന്നു. വേറെ ചില ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ പള്ളി പൊളിച്ചു വീഴ്ത്തണമെന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ചില ആളുകൾ ടെലിവിഷൻ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്നു. ചില ആളുകൾ ടെലിവിഷൻ ആങ്കർമാരെ തന്നെ ഇരുന്നുകൊണ്ട് ഇത് പള്ളിയല്ല ക്ഷേത്രമാണെന്നതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ചില ആളുകൾ വഴിയിൽ തടഞ്ഞ ആളുകളെ ആക്രമിക്കുന്നു. ചില ആളുകൾ സംഘടിതമായി വന്ന് ഏറ്റവും അവസാനം പള്ളി പൊളിക്കുന്നു. ഇതൊരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, പല ശാഖകളിലൂടെ ഒഴുകി വരുന്ന ഒന്ന്. അതിൽ വിഷ്ണു ശങ്കർ ജെയിൻ്റെ പണി എന്താണ്? ഒരു ഹർജി ഫയൽ ചെയ്യുക എന്നതാണ്. ബാക്കി കൂടെയുള്ള ആളുകളുടെ പണി വിദ്വേഷ മുദ്രാവാക്യം മുഴക്കുക, സൻസദുകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായി ചെയ്യുന്ന ഒന്ന്, അയാളുടെ വിശ്വാസം കൊണ്ട് ചെയ്യുന്ന ഒന്നെന്ന് വിചാരിക്കാൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ ഇത് ആവർത്തിച്ച് പറയാനുള്ള കാര്യം, ഇന്ത്യയിൽ ഇന്നിപ്പോൾ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ മുഴുവൻ അടിയിൽ പോവുകയും എല്ലായ്പ്പോഴും വർഗീയത മാത്രം മുകളിൽ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണക്കാരാരാണ് എന്ന കാര്യം പരിശോധിക്കുമ്പോൾ നിശ്ചയമായും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത്, സുപ്രീം കോടതിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒരു വിധിന്യായമല്ല, ഒരു ഇളവ് ഇതിലുണ്ടായിട്ടുണ്ട്. അതായത് 91 ആക്ട് മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് പള്ളിക്ക് മേലും അവകാശവാദം ഉന്നയിക്കാം. ആ ഉന്നയിച്ച പള്ളികളിൽ മേൽ സർവേയോ കുഴിക്കലോ എന്ത് വേണമെങ്കിലും നടത്താൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും RSS അല്ല എന്നിപ്പോൾ RSS പറഞ്ഞു, ഇനിയിപ്പോൾ RSS വേണമെന്നില്ല, അമൃതയ്ക്ക് വേണമെങ്കിൽ പോയി നാളെ പോയിട്ട് പാളയം പള്ളി പൊളിച്ചു കളയണം, അതിന് താഴെ ഇന്ന ക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ ചർച്ചായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം അജിംസ് പറഞ്ഞല്ലോ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അജിംസിൻ്റെ വീട് തന്നെയും കുഴപ്പമാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന ചില പുരാണ ശിലകൾക്ക് മേൽ നിർമ്മിച്ചിട്ടുള്ളതാണ്, അത് പൊളിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുക. എങ്കിലത് കുഴിച്ചു നോക്കാമെന്ന് വിചാരിക്കുക. നാളെ സർവേ സംഘം എന്ന അജിംസിൻ്റെ വീട് പൊളിക്കുക എന്നതിലേക്ക് എത്താൻ തക്കവണ്ണം കഴിയുന്ന നിയമപരമായ ഒരു അപകടകരമായ കീഴ്വഴക്കം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വിഷയത്തിൽ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നു, എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാണ്. മാധ്യമങ്ങളുടെ തലക്കെട്ടുകളൊക്കെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ആളുകളെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഈ ആരാധനാലയങ്ങൾ, റിലീജിയസ് സ്ട്രക്ചേഴ്സിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് എത്ര നാൾ കുരുക്കിടാൻ പറ്റും? അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. വിഷം കുടിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ മനുഷ്യർ വൊമിറ്റ് ചെയ്യില്ലേ? ഈ ഒരു വിഷയം നിരന്തരമായി ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് മടുക്കില്ലേ? അത് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ മടുത്തിട്ടുണ്ട്. അതിവിടെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിരന്തരമായി ഈ തർക്കങ്ങൾക്കകത്ത് ഇന്ത്യയിൽ ആകമാനം ഒരു വലിയ പൊതുവികാരമോ ഒന്നും കാണുന്നില്ല. വർഗീയവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇതിനകത്ത് എപ്പോഴും എൻഗേജായി നിൽക്കുന്നത്. ജനങ്ങൾ ഇത് എടുത്തറിയുന്ന ഒരു ദിവസം വരും. ഞാൻ വീണ്ടും പറയുന്നത്, അരി എവിടെ, ജോലി എവിടെയും ചോദിക്കുന്ന ഒരു പദയാത്ര വരാനുണ്ട്. അത് വരുന്നവരേ ഇതുള്ളൂ. അത് കഴിഞ്ഞാൽ അതേ കഴിയും. ഞാൻ സുപ്രീം കോടതിയിലുള്ള നമ്മുടെ പ്രതീക്ഷ പോയി, നിയമങ്ങളിലുള്ള നമ്മുടെ പ്രതീക്ഷ പോയി, അഡ്മിനിസ്ട്രേഷനെല്ലാം ശരിയായി ചെയ്യുന്നുള്ള നമ്മുടെ പ്രതീക്ഷ പോയി. അവസാനത്തേത് ജനങ്ങൾ ഇതിനെല്ലാം മറികടക്കുന്ന ഒരു ദിവസം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ മുന്നിലെടുത്ത് വെച്ച് അത് മുദ്രാവാക്യം മുഴക്കി വരുന്ന ഒരു ജനപദം വരാനുണ്ട്. അവർ ഇത് ശരിയാക്കും. അതുവരെ നമുക്ക് കുറച്ച് ഇപ്പം നമ്മുടെ തലമുറ കാണുമോ, നാളെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് അത് സംഭവിക്കും. അതെ, ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്ന ഒരു സമയം വരും. അതിനുവേണ്ടി തന്നെ കാത്തിരിക്കാം. ഏതായാലും ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വിഷയങ്ങളുമായി നാളെ എത്താം.